വെൽക്കം ടു ഷൈൻസ് യാൺ ആർട്ട്. എൻ്റെ പേര് ഷൈനി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചാണ്. ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ട് സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചാണ്. ഫ്രണ്ട് പോസ്റ്റിൽ തന്നെ നമുക്ക് സിംഗിൾ ക്രൂഷേ, അതായത് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രൂഷേ, ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രൂഷേ, ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രൂഷേ, ഫ്രണ്ട് പോസ്റ്റ് ട്രെബിൾ ക്രൂഷേ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രൂഷേ എങ്ങനെയാ ചെയ്യേണ്ടതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഡബിൾ ക്രൂഷേ ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, ഡബിൾ ക്രൂഷേ ആകുമ്പോൾ വേഗം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ക്രൂഷേസ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രൂഷേ. ഫ്രണ്ട് പോസ്റ്റിൽ ഡബിൾ ക്രൂഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ ക്രൂഷേ മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് സിംഗിൾ ക്രൂഷേയും ഹാഫ് ഡബിൾ ക്രൂഷേയും ട്രബിൾ ക്രൂഷേയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രൂഷേ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാൻ പോകാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 പ്ലൈ യാണാണ്. ഹുക്ക് വന്ന് 5 mm H 5 mm സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ഇട്ട് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലെഫ്റ്റിലുള്ളത് ടെയിൽ സൈഡ്, റൈറ്റിലുള്ളത് വർക്കിംഗ് സൈഡ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. യാണിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് വർക്കിംഗ് യാണിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുപോയി ഈ റൗണ്ടിനുള്ളിൽ കൂടി പുറത്തെടുക്കണം. അങ്ങനെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയി. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്, സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഹുക്കിനെ ഈ ലൂപ്പിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലുള്ള യാണിനെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ ഹുക്കിൽ യാൺ സെക്യൂർ ആയിക്കോളും. എന്നിട്ട് യാൺ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടത്? ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഇങ്ങനെ വലിച്ച് ഈ ലൂപ്പിനുള്ളിൽ കൂടി പുറത്തെടുക്കുന്നത് ഫസ്റ്റ് ചെയിനായി. സെക്കൻഡ്, തേർഡ്, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷൻ ചെയിനാണ്. ഇനി നമുക്ക് റോ 1 ഇടാം. റോ 1ന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ക്രൂഷേ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡബിൾ ക്രൂഷേയിലെ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പറഞ്ഞു തരാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഡബിൾ ക്രൂഷേയിലാണ് ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രൂഷേ ചെയ്യാം. ഡബിൾ ക്രൂഷേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്യണം. 1, 2, 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4th ചെയിനിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഈ ലൂപ്പിനുള്ളിൽ കൂടി ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് ഹുക്കിനെ യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ എത്ര ലൂപ്സ് ഉണ്ട്? 1, 2, 3 ലൂപ്സ് ഉണ്ട്. എന്നിട്ട് ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ആദ്യത്തെ 2 ലൂപ്പ് കൂടി പുറത്തെടുക്കുക. പിന്നെ വീണ്ടും യാണിനെ വലിച്ച് വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. ഇങ്ങനെയാണ് ഡബിൾ ക്രൂഷേ ചെയ്യുന്നത്. ഈ സ്റ്റിച്ചസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റാണ് പറഞ്ഞിട്ട് പോകുന്നത്. എല്ലാത്ത സ്റ്റിച്ചസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സ്റ്റിച്ചസൊക്കെ പോയി നോക്കിക്കോളൂ കേട്ടോ. വീണ്ടും നമുക്ക് ഈ എൻഡ് വരെ ഡബിൾ ക്രൂഷേ ചെയ്യാം.
ലാസ്റ്റ് ചെയിനിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിലും കൂടി ഒരു ഡബിൾ ക്രോഷ്യ ഇടാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് റോയിലാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തോന്നാണ്, ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിൽ പോകാനായിട്ട് ചെയിൻ 3 1 2 3 ചെയിൻ 3 ഇട്ടിട്ട് ടേൺ ചെയ്യാം. ടേൺ ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ഈ 3 ചെയിനിനെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റിച്ചിൽ മാത്രം തന്നെയാണ് ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് നോക്കാൻ പോകുന്നത്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഈ സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താഴത്തെ സ്റ്റിച്ച് റോ 1ലാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ എവിടെയാണ് ചെയ്യാൻ പോകുന്നത്, റോ 1ൽ ഇട്ടിരിക്കുന്ന ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ സ്റ്റിച്ചിലാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ റോ 1ൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡബിൾ ക്രോഷ്യയിലാണ് ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഫസ്റ്റ് റോയുടെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഫസ്റ്റ് റോയുടെ ഡബിൾ ക്രോഷ്യയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ എടുക്കണം. ബാക്ക് സൈഡ് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇടയ്ക്ക് കൂടി കാണിച്ചു തരാം. ഹുക്കിനെ ഈ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയുടെ റൈറ്റ് സൈഡിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ളിൽ കൂടി പുറത്തെടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഈ ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വലിച്ചെടുക്കണം. യാണ് ഇതിൻ്റെ ഇടയിൽ കൂടി വരും കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ കൂടി വലിച്ചെടുത്തിട്ട് നമ്മൾ നോർമലി ഡബിൾ ക്രോഷ്യ ചെയ്യും പോലെ യാണിനെ വലിച്ച് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. നെക്സ്റ്റ് സെക്കൻഡ് 2 ലൂപ്സിനുള്ളിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്കിനി അടുത്ത ഡബിൾ ക്രോഷ്യയിലോട്ട് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് യാണിനെ വലിച്ച് ഈ ഫസ്റ്റ് റോയിൽ കൊണ്ടുവന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്, ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹുക്കിനെ കൊണ്ടുപോയിട്ട് യാണിനെ വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊണ്ടുവരിക. ഈ ഇങ്ങനെ വലിച്ച് നോക്കിക്കോളൂ, ബാക്ക് കണ്ടോ, ഇങ്ങനെ വലിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് കുറച്ച് ഇങ്ങനെ പൊക്കണം. പൊക്കിയതിന് ശേഷം ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഫസ്റ്റ് 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ്. ഇത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. മനസ്സിലായോ? ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഫസ്റ്റ് റോയുടെ ഡബിൾ ക്രോഷ്യയിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. ഇതുപോലെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക. യാണിനെ വലിച്ചെടുത്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സ്, ലാസ്റ്റ് 2 ലൂപ്സ്. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ.
ഒരിക്കൽ കൂടി നോക്കാം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ വലിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വലിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഈ സൈഡിലോട്ട് എടുക്കണം. എടുത്തിട്ട് ഡബിൾ ക്രോഷേ ചെയ്യണം. ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഫസ്റ്റ് 2 ലൂപ്പ്, സെക്കൻഡ് 2 ലൂപ്പ്. ഇങ്ങനെ വേണം ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട്. ഇതേ മെത്തേഡിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ, ട്രബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ ഒക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. അപ്പം ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷേ ചെയ്യുക. അതാണ് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഹാഫ് ഡബിൾ ക്രോഷേ ആണെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റിച്ച് കാണാൻ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഈ ഫ്രണ്ട് പോസ്റ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് സ്വെറ്റേഴ്സ്, ബീനി, ഷോൾ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഫ്രണ്ട് പോസ്റ്റ് മാത്രം, ബാക്ക് പോസ്റ്റും ഫ്രണ്ട് പോസ്റ്റും യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഡിഫറെൻ്റ് ഒരു പാറ്റേൺ ആയിരിക്കും കാണാനായിട്ട്. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ചിൽ നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഇടാം. ഇൻസേർട്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക യാണിനെ. ഫസ്റ്റ് 2 ലൂപ്പ്, സെക്കൻഡ് 2 ലൂപ്സ്. ഈ ലാസ്റ്റ് സ്റ്റിച്ച്, അതായത് നമ്മൾ 3 ചെയിൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ മാത്രം ചെയ്യാം. ഓക്കെ, ഉണ്ടോ? ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഫ്രണ്ട് കാണാൻ ഇങ്ങനെ ഇരിക്കും, ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് റോ 2 അല്ലേ, അപ്പോൾ റോ 3 പോകണമെങ്കിൽ ചെയിൻ 3 ഇടുക. 1 2 3 ചെയിൻ 3 ഇടുക. ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് എണ്ണ എടുത്ത് ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്താൽ മതി. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ എണ്ണ വലിച്ച് ഇങ്ങനെ ചെയ്യും. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് റോ ചെയ്യണമെങ്കിൽ ചെയിൻ 3 ഇട്ട് ടേൺ ചെയ്ത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ യാണിനെ കട്ട് ചെയ്യുക. യാണിനെ കട്ട് ചെയ്തിട്ട് ചെയിൻ 1 ഇട്ട് യാണിനെ സെക്യൂർ ചെയ്യണം. ചെയിൻ ഇടുക, ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് യാണിനെ വലിച്ചു പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. സ്റ്റിച്ച് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ എന്താണ് നോക്കിയത്?
ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്ക് പാർട്ട് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് റോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് റോ ചെയ്യണമെങ്കിൽ ചെയിൻ 3 ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി, വർക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. സെയിം രീതിക്ക് തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ്? ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാ പേരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ കൂടെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. എല്ലാ പേർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. എല്ലാ പേരും എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.